ഒരുപാട് പച്ചക്കറികളിൽ പരീക്ഷണങ്ങൾ നടത്തിയല്ലോ. അപ്പോൾ അതിൽ വിജയിച്ചൊരു സംഭവമാണ് കേട്ടോ ഈ ഉള്ളി നടൽ. പിന്നത്തെ ക്യാൻ ഉണ്ടല്ലോ, നമ്മുടെ ഇത് ഡിറ്റർജൻറ്റ് ക്യാനാണ്. അപ്പോൾ അതിലാണ് ഞാൻ ഉള്ളി നടാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ഹോൾസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ക്യാനായിരിക്കണം. ഡ്രെയിനേജ് ഹോളൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ തെർമോക്കോളാണ് ഇട്ടിട്ടുള്ളത് ബേസായിട്ട്. പിന്നെ ചകിരി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ചകിരി ഇടുന്നത്. തെർമോക്കോൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഇടുന്നത് പോലെ കരിയിലയിലാണ് കേട്ടോ ഞാനിത് നടാൻ പോകുന്നത്. അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി പോട്ടി മിക്സാണ് കേട്ടോ. പോട്ടി മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ മണ്ണിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കരിയിലിൻ്റെ മേലെ സാധാ മണ്ണിട്ട് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ നമ്മുടെ ചെടികളിലും ഇതുപോലെ മുളച്ച് വന്നിട്ടുള്ള പാഴുള്ളിയാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല വിളവ് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കാണാം. എന്നിട്ട് ഞാൻ ഇത് നട്ടു കൊടുത്തു. വേറെ ഒന്നും ചെയ്യണില്ല. പിന്നെ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കും. ഇതിപ്പോൾ നനച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കുപ്പിക്ക് ഒരു ഓട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ജസ്റ്റ് നനച്ചു കൊടുത്തൊക്കെയാണ് കേട്ടോ. നല്ലപോലെ തന്നെ നനച്ചു കൊടുക്കാം. ഉള്ളിയാണ് ഇത്. അപ്പോൾ അത് ഇതാ നല്ല രീതിയിൽ മുള വന്നിട്ടുണ്ട്. ഉള്ളി ഏകദേശം ഒരു മാസം കൂടി കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഒരു 3 മാസത്തോളം നട്ടിട്ട് 3 മാസത്തോളമായി. അപ്പോൾ നമ്മുടെ ഇലകളൊക്കെ ഇതുപോലെ കരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഉള്ളിക്ക് നല്ല വെയിലത്ത് വെക്കണം. അപ്പോൾ വെയിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഗ്രോത്ത് ഇട്ട. അപ്പോൾ ഞാനിതിങ്ങനെ ഇല കരിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറിച്ച് നോക്കുകയാണ്. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനിത് പറിച്ച് നോക്കിയപ്പോൾ ഞാൻ വളരെയധികം എനിക്ക് സന്തോഷമായിട്ടാണ്. ഒരു ഉള്ളി പറിച്ചപ്പോൾ ഉണ്ട് അതിന് 4 കട. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഇത് നല്ല റിസൾട്ടാണ്. നമ്മുടെ കാലാവസ്ഥയിൽ നല്ല പൊട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉള്ളി നമുക്ക് എപ്പോഴും എൻ്റെ ഗാർഡനിൽ സെറ്റാക്കി എടുക്കാമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ ഇതുപോലെ ഉള്ളി ഇനി നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറൊരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ അതിന് 5-6 കടക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് മാത്രമല്ല ഒരു ഉള്ളിയും കൂടി ഉണ്ടായിരുന്നു, അതും പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഉള്ളിയാണ് എനിക്ക് കിട്ടിയത്. ഇതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കാലാവസ്ഥയിൽ ഏത് കാലാവസ്ഥയിലും എൻ്റെ ടെറസിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് ഉള്ളി.